നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ജൂലൈ മാസം 4-ാം തീയതി, അതായത് 1201 മിഥുനമാസം 20-ാം തീയതി, മന്ദവാരം ശനിയാഴ്ച. നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയം. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:47. നാളത്തെ തിഥി ഉച്ചയ്ക്ക് 12:30 വരെ വളരെ ദുർബലമായ കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. കറുത്തപക്ഷത്തിലെ വളരെ ദോഷപ്പെട്ട ഒരു ദിനമാണ് ചതുർത്ഥി. തിഥി ഒഴിഞ്ഞ തിഥിയാണ്. അപ്രകാരം നവമി 9-ാമത്തേത്, ചതുർദശി 14-ാമത്തേത്, ഈ തിഥികളെല്ലാം തന്നെ വെളുത്തപക്ഷത്തിനായാലും കറുത്തപക്ഷത്തിനേതായാലും ശൂന്യതയെ സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായ അഭിവൃദ്ധിയെ അല്ല സൂചിപ്പിക്കുന്നു, സാമ്പത്തികമായ ക്ലേശങ്ങളെ സൂചിപ്പിക്കുന്നു. തിഥി ദുർബലമായാലെന്നറിയുക. നാളെ 12:30 വരെയാണ് ചതുർത്ഥി. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. കുറേ കൂടി മെച്ചമായി വരും കാര്യങ്ങൾ. നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:50 വരെ അവിട്ട നക്ഷത്രമാണ്. അതിനുശേഷം 1:50 മുതൽ ചതയം നക്ഷത്രവുമാകുന്നു. ശുഭകാര്യങ്ങൾക്കായി വിധിച്ചിട്ടുള്ള നക്ഷത്രങ്ങളാണ് അവിട്ടവും ചതയവും. പക്ഷെ അവിട്ടം ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രാടം, തിരുവോണം, അവിട്ടം. ചതയത്തിന് ശുഭകാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണെന്ന് അറിയുക. സ്വതവേ ചതയം നക്ഷത്രക്കാർക്ക്, കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ ക്ലേശങ്ങളുണ്ട്. കാരണം വ്യാഴം വളരെ ദുർബലമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7:30 ശനിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ ചതയം നക്ഷത്രത്തിൽ ഭരണസാരഥ്യം നിയന്ത്രിക്കുന്ന VD സതീശൻ, അദ്ദേഹത്തിനും ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ ആനുകൂല്യ സ്ഥിതിയല്ല, പ്രാതികൂല്യ സ്ഥിതിയാണ്. അതിനാൽ അടുത്ത 2027 ജൂൺ മാസം വരെയുള്ള സമയം ഒരു ഭരണസാരഥി എന്ന നിലയിൽ വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടുന്ന അവസ്ഥ വരും. അദ്ദേഹത്തിന് 7:30 ശനിയുമുണ്ട്. ഏതായാലും ഊർജ്ജസ്വലനായ ഒരു നേതാവാണ്. കാര്യങ്ങളൊക്കെ അനുകൂലമായി അദ്ദേഹത്തിന് വരുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ വളരെ അനുകൂലമായൊരു മുഹൂർത്തമാണ്. ഉച്ചയ്ക്ക് 2:15 മുതൽ 3 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും മേൽപ്പറഞ്ഞ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനിയോഗിക്കാം. നാളെ വൈകിട്ട് ഏറ്റവും നല്ല സമയമാണ് സർപ്പക്ഷേത്രത്തിൽ ദർശനം, ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം. പൂർണ്ണമായും ചതയം നക്ഷത്രമാണ് ആചരിക്കുക. കാലത്താണെങ്കിൽ അവിട്ട നക്ഷത്രമാണ്. അതിനാൽ നന്നായി ദേവീക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. ഇപ്പോൾ പലർക്കും ചൊവ്വ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. വൈകിട്ടത്തെ രാഹു കേതു പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്നുമാകുന്നു. നമസ്തേ.